ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ ഒരു ഹിഡുമമ്മൽ എന്നൊരു മലയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്നലെ രാത്രി ഞാൻ ഈ ചക്കുപ്പിങ്ങടെ പളനിയിലൊക്കെ പോയി കയറി ബപ്പനെ കണ്ട്. പിന്നെ രാത്രി എപ്പോഴത്തേക്ക് അമ്മൂസിന് ചെറിയൊരു പനിക്കോള് പോലെ. അങ്ങനെ അമ്മൂസിന് മരുന്നൊക്കെ മേടിച്ച് കൊടുത്ത് ഞങ്ങൾ കഴിക്കാനൊക്കെ പോയിട്ട് പെട്ടെന്ന് ഈ വന്ന് കിട്ടുന്ന തുടങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വന്നിട്ട്. പിന്നെ ചക്കുപ്പി ഇതുവരെ എണ്ണിച്ചില്ല. അമ്മൂസിന് ഇപ്പോഴും ചെറിയൊരു ജലദോഷമുണ്ട്. അതുകൊണ്ട് അമ്മൂസിനെ ഞാനിപ്പോൾ അമ്പലത്തിൽ കൊണ്ടുവന്നില്ല. ഇപ്പോൾ ഞാൻ തന്നെ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി പോയ അവിടുത്തെ സ്ഥലമാണ്. അന്നേരം അതൊക്കെ ഇപ്പം ഞാനിവിടെ പോയിട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ ഹിഡുമമ്മലിൽ പോയി കയറാം. പിന്നെ ഞങ്ങൾ വന്നേക്കുന്ന ഹോട്ടൽ ഇതാണ്. ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഉള്ള ഹോട്ടൽ. ഞാൻ തിരിച്ചു വന്നിട്ട് റൂമൊക്കെ കാണിക്കാം. നല്ല റൂമാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള റൂമും ബാത്റൂമും എല്ലാം ഉണ്ട്. ഇവിടെ കാർ പാർക്കിങ്ങും എല്ലാം ഉണ്ട് താഴെ കേട്ടോ. ഒരു 3 കാറിനുള്ളതാണ് പാർക്കിംഗ് ഉണ്ട് ഇവിടെ. പിന്നെ വെളിയിലും പാർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നല്ല ഹോട്ടലാട്ടോ. ഈ കാണുന്നതാണ് ഹിഡുമമ്മല. നമ്മളിതിൻ്റെ മണ്ടയിലോട്ട് കയറാൻ പോകണേ. ഇവിടെ കുറേ ഹോട്ടൽ, നല്ല ഹോട്ടലൊക്കെ കേട്ടോ ഇവിടെ ഉള്ളത്. രാവിലെ വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ ഹിഡുമമ്മലിലോട്ട് കയറി പോവാം. എന്നിട്ട് ഇതിലെയാണ് പളനി അമ്പലത്തിലോട്ട് കയറി പോകുന്ന വഴി കേട്ടോ. ഇത് ഈ ഗേറ്റ് നമ്പറൊന്നും എനിക്കറിഞ്ഞൂടാ. ഇതോടെ നമ്മുടെ പളനിമല. പിന്നെ ഇവിടെ കുറേ ഹോട്ടലുണ്ട് കേട്ടോ. നല്ല നല്ല ഹോട്ടലാണുള്ളത്. പാർക്കിങ്ങും ഉണ്ട് കാറും കൊണ്ടൊക്കെ വരുന്നവർക്ക്. പക്ഷേ ഇതിലിങ്ങോട്ട് കാറും കൊണ്ട് വരുന്നതിന് നമുക്ക് 70 രൂപ ഫീസുണ്ട് കേട്ടോ. ഇവിടുന്ന് മേലോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഹിഡുമമ്മല. ഈ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഹിഡുമ്പൻ. പുള്ളി 2 മല ഇങ്ങനെ തൂക്കിക്കൊണ്ട് വന്നപ്പം നിൽക്കുന്നുണ്ടാ. അതേപോലെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മുരുകൻ പിണങ്ങി അതിലൊരു മലയുടെ മണ്ടയിൽ വന്നു. അപ്പം അങ്ങനെ അത് അവിടെ ഉറച്ചു പോയി. അങ്ങനെ ഇരുന്ന മലയാണ് ദേ കാണുന്ന ആ മല. അപ്പോൾ പുള്ളി എടുത്തുകൊണ്ട് വന്ന അടുത്ത മലയാണ് ഈ മല. അപ്പോൾ ഇതിൻ്റെ ഒരു മലയിൽ പുള്ളിക്കാരനും ഒരു മലയിൽ നമ്മുടെ മുരുകനും വന്നിരിക്കുന്നത്. അങ്ങനെ അതൊന്ന് കഥയുള്ളത്. അപ്പോൾ ഞാൻ ഇതിലൊന്ന് മേലോട്ട് കയറിയിട്ട് വരാമേ. ഇനി അവിടെ കയറിയിട്ടാണ് ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മൂസിനൊക്കെ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇച്ചിരി പ്രസാദം മേടിച്ചിട്ട് മേലോട്ട് കൊടുക്കാം. അവിടെ നിന്ന് നമുക്ക് പ്രസാദമുണ്ട്. ഒരു ചുരുട്ടും പിന്നെ സാമ്പാണിയും കർപ്പൂരവും ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇതിന് മേളിൽ കൊടുക്കണം തിരുമേനി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പണിയൊക്കെ നടക്കുന്നതുള്ളൂ കേട്ടോ. ഇവിടെ കുറച്ച് ഭയങ്കര വെയിൽ ആയിരിക്കും. ആ സമയത്ത് ഈ കല്ലിലും കയറാൻ പറ്റില്ല. നല്ല കയറ്റമുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെയുള്ള വ്യൂ. നമ്മുടെ മുരുകൻ്റെ അമ്പലം എന്തോ അവിടെ ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. പക്ഷേ ഇന്നലെ ഞങ്ങൾ കയറിപ്പോയപ്പോൾ ചക്കുപ്പി പെട്ടെന്ന് കയറിപ്പോയിട്ടോ. ഞങ്ങളൊരു 10-15 മിനിറ്റ് മാക്സിമം എടുത്തുള്ളൂ കയറിപ്പോയിട്ട്. മേളിൽ ചെന്ന് നല്ലതായിട്ട് തൊഴുത് അവിടെ 100 രൂപ ടിക്കറ്റ് ഉണ്ട്, അതെടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കയറി കാണാൻ പറ്റും. അല്ലെ 10 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ ഒരു ഷെൽട്ടർ പോലെ ഉണ്ടോ, അവിടെയാണ് നമ്മുടെ റോപ്പേ ഉള്ളത്. പക്ഷെ അതങ്ങനെ അപ്പുറത്ത് പോകുന്ന അറിയത്തില്ല കേട്ടോ. ഈ മലയുടെ അങ്ങേ സ്ഥലമാണ്. പക്ഷെ നമ്മൾ എൻട്രൻസ് ഇതിലേ പോയി കുറച്ച് അങ്ങോട്ട് കയറുന്നതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് ഉള്ളത്. അമ്പലത്തിലോട്ട് കയറി ചെക്കിങ് ഉള്ളത്. അതെന്ത് ചെയ്യുന്നേ, അതപ്പോൾ അപ്പുറത്ത് പോയി എവിടെ ചെല്ലുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങൊക്കെ വലിയ മലയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് ഇവിടുത്തെ ഒരു ഫുൾ വ്യൂ കണ്ടോ. ഇതാണ് പളനിമല. ഇതാണ് ഫുൾ പളനി. നമുക്ക് പളനിയിലോട്ട് കയറിപ്പോകാൻ റോപ്പിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യണം. അതല്ല നിങ്ങൾക്ക് നടന്നു പോകണമെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് മേളിൽ കയറി പോകാൻ പറ്റും. കയറി പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ കുത്തനെ കിടക്കുക. ഒരു 90 ഡിഗ്രി ആ സ്ലോപ്പിൽ ഇങ്ങനെ സ്റ്റെപ്പ് കിടക്കുവാണ്. വലിയ പൊക്കമുള്ള സ്റ്റെപ്പല്ല, എന്നാൽ നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ ഇരിക്കാനും ഇരുന്ന് പോകാനുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം കുടിക്കാനൊക്കെ ഉണ്ട്. വാഷ്റൂം കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ ഇറങ്ങി വരുമ്പോഴാണ് എല്ലാവരും സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു ഗ്രിപ്പ് കിട്ടില്ല. ഇറങ്ങി വരുമ്പോൾ കാലിങ്ങനെ വറക്കുന്നതിലോട്ട് നമ്മൾ ശബരിമലയിലൊക്കെ പോയിട്ട് വരത്തില്ലേ, ആ ഒരു ഫീല്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി വരികയും ചെയ്യാം. നമുക്ക് അങ്ങോട്ട് കയറി പോകാനൊരു 20 മിനിറ്റ് എടുത്താൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് താഴെ വരാൻ പറ്റും. ഉച്ചയ്ക്കൊക്കെ കയറിപ്പോയി. ഇന്നലെ ഉച്ചയ്ക്കൊക്കെ പോയവർക്ക് അവിടെ ഭയങ്കര തിരക്കാന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ പിന്നെ വന്നൊരു രാത്രിയിലാണ് വന്നത്. എൻ്റെ പുറകെ കാണുന്നതാണ് ഇപ്പോൾ പളനി. ചക്കുപ്പി കൊണ്ടുവരാൻ ഞാൻ കഷ്ടമായിപ്പോയി. ചക്കും കൂടെ ഉള്ളപ്പോൾ നല്ല ക്ഷീണമെന്ന് തോന്നില്ലടാ. അതിൻ്റെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെതൊക്കെ കളിച്ച് ചക്കും മേളിപ്പം എന്നെ അണയ്ക്കുന്നു കേസ്. അയ്യോ. പക്ഷെ ഇന്നലെ വൈകിട്ട് കയറിയപ്പം അണപ്പൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് കയറിപ്പോയി. പക്ഷെ ഇപ്പോൾ രാവിലെ വെയിലുമായി, കഴിച്ചുമില്ല, വെള്ളം പോലും കുടിച്ചില്ല. നേരെ ഇറങ്ങി എണ്ണിച്ച് അപ്പത്തേനും ഇറങ്ങി വന്നു ഞാൻ.
എൻ്റെ പൊന്നി നല്ല കയറ്റമുണ്ട് കേട്ടോ. എനിക്കൊന്ന് പളനി കയറി പോകുന്നതിനേക്കാളും സ്റ്റെപ്പ് ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു. അയ്യോ, മുരുകൻ കയറി അവിടെ ഇരുന്ന് നന്നായി. ഇല്ലാതെ പുള്ളി മല എടുത്തുകൊണ്ടിട്ട് ഊപ്പാട് വന്നേ എവിടെ കൊണ്ടു ചെന്നാ പിന്നെ. അയ്യോ, ഇവരൊക്കെ നിന്ന് അണച്ചൊക്കെ വയ്യ. കണ്ടോ അവിടെ മറ്റേ റോപ്പയുടെ ആ ചേറ് കയറിപ്പോന്നുണ്ടോ. പിന്നെ ഇവിടെ താഴെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. എന്തൊരു വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടാന്ന് നോക്കി. വല്ല ഹോട്ടലിലാണെന്ന് അറിയത്തില്ല, ഇനി വല്ല കമ്പനിയാണെന്ന് അറിയത്തില്ല കേട്ടോ. അല്ല, കമ്പനി എന്നല്ലെന്ന് തോന്നുന്നു. ഹോട്ടലാണോ ഇനിയും പബ്ലിക്കായിട്ട് വാലറ്റ് പാർക്കിംഗ് ആണോ അറിഞ്ഞൂടാ. ഹലോ ഗായ്സ്, ഭയങ്കര കയറ്റം കേട്ടോ. ഭയങ്കര കുത്തനുള്ള കയറ്റം. താഴേന്ന് പക്ഷേ കുറച്ച് കയറി വരുമ്പോൾ ഇത്രയില്ല. പക്ഷെ മേളിൽ അമ്പലത്തിൻ്റെ അടുത്ത് ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി കൊടൂര കയറ്റമാണ്. അമ്പോ വയ്യ, ക്ഷീണിച്ച്. എനിക്കെന്നാൽ പളനിയുടെ മല കയറി പോകുന്നതിനേക്കാളും പാടാൻ തോന്നുന്നു. ഇവിടെ പിടിച്ചു കയറിയാലും കമ്പിയൊന്നുമില്ല. നമ്മൾ സൈഡിൽ ഇരുന്ന് പയ്യെ കയറി വരിക. ഓക്സിജൻ കിട്ടുന്നില്ല ഗൈസ്, ശ്വാസം കിട്ടുന്നില്ല. പെട്ടെന്ന് അടച്ചണച്ച് പോകണം. അങ്ങനെ നമ്മുടെ പളനി കുറച്ചുകൂടെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും ഇവിടെ. ഓ, നമ്മുടെ പളനി അമ്പലം. അയ്യോ, രാത്രി ആകുമ്പോൾ ഈ ലൈറ്റ് ഓഫ് ആക്കും കേട്ടോ. നട വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കിയായിരുന്നു. അതുകൊണ്ടതാണ് റോപ്പ് കാറിൻ്റെ കേബിള് അതങ്ങ് താഴെ ഇപ്പുറത്തോണ്ട് പോകുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്ത് അമ്പലം പുതുക്കിപ്പണി തോന്നുന്നു കേട്ടോ. പുതുക്കിപ്പണിയാണോ അതിന് പെയിൻ്റ് അടിക്കാനാണോ പറ്റില്ല, എന്തോ പണി നടക്കുവാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അതിൽ നമ്മൾ ഒരു 6 രൂപ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട് നമ്മൾ കൊടുക്കത്തില്ലേ സാമ്പ്രാണി കർപ്പൂരമൊക്കെ, അതിൻ്റെ കൂട്ടത്തിലുള്ള സാധനമാണ് കേട്ടോ അത്. പിന്നെ ഒരു സാമ്പ്രാണി കർപ്പൂരം. ഞാൻ അമ്പലത്തിലോട്ട് കയറി ഒന്നും കഴിച്ച് ഇനി ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അവിടെ എന്തോ പൂജ നടക്കുവാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ ഇത് കൊണ്ട് കൊടുക്കട്ടെ. ക്ഷീണിച്ച് മയിലൊക്കെ ഇറക്കുന്ന ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. ഇതാണ് ഫുൾ വ്യൂ ഉണ്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ വഴിപാടിന് കൊടുക്കാനുള്ള സാധനമാണ് കേട്ടോ ഇത്. ചുരുട്ടും സാമ്പ്രാണിയും കർപ്പൂരവും പിന്നൊരു 6 രൂപ ഉണ്ട്. അപ്പോൾ നമ്മൾ അതോടെ താഴെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ അമ്പലം. ഇത് പണിയുന്നുള്ളൂ കേട്ടോ. ഉണ്ട് അവിടെ കുറേ കല്ല്, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഇപ്പം. പക്ഷേ ഇനി താട്ടിറങ്ങിയപ്പോൾ നല്ല വെയിലായിരിക്കും. അത് കുഴപ്പമില്ല, സെറ്റായിരിക്കും. നമുക്ക് ഇറങ്ങിപ്പം. കയറി വരാൻ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കാലി ചവിട്ടാൻ പറ്റില്ല, അമ്മാതിരി വെയിലാണ് ഇവിടെ. വെയിൽ തുടങ്ങിയ പിന്നെ കയറി വരുന്ന കഷ്ടപ്പാടായിരിക്കും. കയറി നിൽക്കാൻ അങ്ങനെ ഷെൽട്ടർ കാര്യങ്ങളൊന്നുമില്ല, രണ്ടെണ്ണം പണിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ അവിടെ. അപ്പം നമ്മൾ അകത്ത് കൊണ്ട് കൊടുത്തിട്ട് വരാം ഗൈസ്. ഞാൻ ഈ സാധനം ആദ്യമായിട്ടോ കാണുന്നത്. ഈ ചുരുട്ട് പുകയിലാനാന്ന് തോന്നുന്നത്. അപ്പം ഞാൻ അകത്തോട്ട് പോട്ടെ. അമ്പലത്തിനകത്ത് പൂജയാണ്. ഇനി അതിനകത്ത് പോയി ഇത് കൊടുത്തിട്ട് വഴിപാട് മേടിച്ചിട്ട് വരാം. നല്ല പ്രസാദം. ഇതാണ് കേട്ടോ ഹിഡുമ്പൻ. അകത്തിപ്പോൾ പൂജ നടക്കുവാണ്. ഇപ്പം ഞാൻ വെളിയിൽ നിൽക്കും കേട്ടോ. ഞാൻ അമ്പലത്തിൽ പ്രസാദമൊക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് തലയിലിങ്ങനെ ഭസ്മൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ പൊട്ടൊക്കെ തൊട്ട് വരും. അപ്പോൾ നമ്മൾ ചുരുട്ട് കൊണ്ടുവന്ന് അകത്ത് വെക്കണം. അവിടെ ഒരു ചെറിയൊരു സാമ്പ്രാണി കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ട് നമ്മൾ ചുരുട്ട് വെക്കുക. പിന്നെ നമ്മൾ ആൾ രൂപം കൊണ്ടുവരില്ലേ, അത് നമ്മളൊരു വഞ്ചിയുണ്ട്, വഞ്ചിലിട്ട് വെക്കുക. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് പോകുന്നു ഗൈസ്. പളനിമല പുറയിൽ ഇവിടെ ഹിഡുമ്പൻ്റെ അമ്പലം. അങ്ങനെ നമ്മൾ ഹിഡുമ്പൻ്റെ അമ്പലത്തിന് വെളിയിലോട്ട് പോകണം ഗൈസ്. ഇനി ഈ മലയിൽ ഇറങ്ങി താഴെ പോകണം. പാവം നമ്മുടെ അമ്മൂസിൻ്റെ കുപ്പി ഇവിടെ വെച്ചെന്നിരിക്കുവാൻ തോന്നുന്നു. അപ്പം ഇനി അവരെ കൊണ്ട് നമുക്കിനി കഴിക്കാൻ പോകുമ്പം നമ്മുടെ താഴത്തെ ടൗണിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഒന്നും കാണിക്കാം. ഇന്ന് രാത്രി ആയതുകൊണ്ട് ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല. ഭയങ്കര വെയിലാണ് ഗൈസ്. ഇപ്പം ഹിഡുമ്പൻ്റെ അമ്പലം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഭയങ്കര വെയിലാണ് അവിടെ നിന്ന്. ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് പളനിമല കാണാം കേട്ടോ. എല്ലാവരും ഇവിടെ ലൈവൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു.
ഗൈസ് അങ്ങനെ കിട്ടുമ്പോഴല്ല ഇറങ്ങി ഞാൻ ഏകദേശം താഴെ തറ ഗൈസ്. ഇവിടുന്ന് കുറച്ചുണ്ട് താഴോട്ട് ഇറങ്ങി പോകാനായിട്ട്. ഏകദേശം ഞാൻ മലയൊക്കെ ഇറങ്ങി താഴെ വന്നു. ഓരോരുത്തരൊക്കെ ഇപ്പോഴാണ് കയറി പോകുന്നത്. ഇപ്പം നല്ല വെയിലായി വരുന്നുണ്ട്, പെട്ടെന്ന് ക്ഷീണിക്കുന്നു. ഞങ്ങൾ ഇറങ്ങി താഴോട്ട് പോകണം. ഇപ്പം കുറച്ച് ആൾ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച അല്ലേ, അപ്പം ഞാൻ അമ്പലത്തിൻ്റെ അവിടെ ചോദിച്ചാൽ ഇന്ന് നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ സ്കൂളുകൾക്കൊക്കെ അവധിയല്ലേ, അപ്പം ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഇന്ന് കയറി വരും. രാവിലെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. എന്താ ആൾക്കാരാണ് കയറി പോകുന്നത്. ഇപ്പോൾ മുമ്പാണ് അത്രയും ആളില്ലായിരുന്നു, മേളൊന്നും വലിയ ആളൊന്നുമില്ല, ഒരു 10 പേരൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ റോഡ് എത്താറായി. നമ്മുടെ ഹോട്ടൽ ഇത് അവിടെയാണ്. ഹോട്ടലിനെ ഇപ്പോൾ കാണിക്കാം കേട്ടോ നിങ്ങളെ. ഹോട്ടലിൻ്റെ പേര് കാണിക്കാം. ആവശ്യമുള്ളവർ നമ്പർ വല്ലതുമാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ അവരോട് ചോദിച്ചിട്ട് അതിൻ്റെ നമ്പർ കൊടുക്കാം, ഇല്ലെങ്കിൽ എന്നാൽ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഡീറ്റെയിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ അയക്കാം. അല്ലെങ്കിൽ അവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജുണ്ട്, പേജിനകത്ത് വന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് എവിടെയാണെന്നും അതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അതിൻ്റെ റേറ്റ് ഇപ്പം ഞാൻ വന്നപ്പം ഞങ്ങൾക്ക് 1500 രൂപയാണ് നമ്മൾ ഡയറക്റ്റ് വന്ന് ബുക്ക് ചെയ്ത് കയറുവാണെങ്കിൽ. പിന്നെ booking.com-നകത്തോടാണെങ്കിൽ 1800 പ്ലസ് പിന്നെ ഒരു 200 രൂപ അടുത്ത് ടാക്സോട് വരും. മൊത്തം കൂടെ 2000 രൂപ, 2100 അത്ര അടുത്ത് വരും കേട്ടോ. 2080 ആയിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിനടുത്ത് തൊട്ടടുത്താണ്, ജസ്റ്റ് ഒരു 300 മീറ്റർ ഉള്ളൂ നമുക്ക് നടന്ന് അങ്ങോട്ട് പോകാനായിട്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇഷ്ടംപോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ കിട്ടുന്ന കടയും എല്ലാ കാര്യങ്ങളും ഉണ്ട് തൊട്ടടുത്ത് തന്നെ. ഒരു ഹോട്ടലിനകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങി ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോകുന്നിടത്തെല്ലാം ഫുള്ള് തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പം കുറേ ഹോട്ടലിൻ്റെ അവിടെ അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് കണ്ടു. പിന്നെ നമ്മൾ ഫുഡ് തപ്പി നടക്കാൻ പോകണം. ഇതാകുമ്പോൾ എല്ലാ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ ട്രാവലർ വരുന്നില്ലേ, അതുകൊണ്ട് അതിൻ്റെ അവിടെ ഒരു ചുമന്ന കാർ കിടപ്പുണ്ട്. അവിടെയാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര് എന്തായിരുന്നു എൻ്റെ പേര്? അയ്യോ പേര് പറഞ്ഞു കേട്ടാ. ആ പേര് ഞാനിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണിക്കട്ടാ. അങ്ങനെ നമ്മൾ കിട്ടുമ്പം ഇറങ്ങി നമ്മൾ റോഡിൽ വന്നിട്ടാ. ഇന്ന് നമ്മൾ ചക്കുവിനെയും അമ്മൂസിനെയും പിടിച്ചിട്ട് എവിടെ ഇരുന്ന് കഴിക്കാൻ പോകണം. എന്നിട്ട് പിന്നെ ഇവിടെ ചുമ്മാ ഒന്ന് വെളിയിലേക്ക് ഒന്ന് റൗണ്ട് അടിച്ച് എങ്ങനെയൊക്കെ ഉണ്ട് സ്ഥലം ഒന്ന് കണ്ടിട്ട് അതോടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇടുമ്പം ഇതാണ്ട് ഇറങ്ങി നമ്മൾ താഴെ വന്നു. രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് ഈ മലയുടെ മണ്ട കയറാൻ പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലേ ഭയങ്കര വെയിലാണ്. ഇപ്പോൾ തന്നെ നല്ല വെയിലുറച്ച് ഓരോരുത്തർക്ക് കയറി അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ മേലോട്ട് അപ്പം ഞാൻ ഇനി താഴോട്ടിറങ്ങിപ്പോയി ചക്കുവിൻ്റെ അടുത്ത് പോട്ടോ. നമുക്ക് ചെരുപ്പൊക്കെ വെച്ചിട്ട് പോകാം, പക്ഷേ തിരിച്ച് കിട്ടുമെന്ന് എനിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല കേട്ടോ. അപ്പുറം എന്തൊരു അമ്പലമുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, ആരും കൊണ്ട് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഹിഡുമ്പം മല ഇറങ്ങി നമ്മൾ താഴെ വന്ന് കണ്ടോ. നല്ല വെയിലായില്ല ഇപ്പം. ഞാൻ മുമ്പേ പോയപ്പോൾ ഇത്രയും വെട്ടമില്ലാതെന്ന് തോന്നുന്നു. ഈ തമിഴ്നാട്ടിൽ ആരും അങ്ങനെ ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ട് പോകുന്നില്ല കേട്ടോ. ഇവിടെ വളരെ കുറച്ച് 1-2 പേര് മാത്രം ഹെൽമെറ്റ് വെച്ചിട്ട് പോകും. പിന്നെ ചേട്ടാന്ന് പറഞ്ഞിട്ട് കുറേ പിച്ചക്കാരി പിള്ളേർ വെറുതെ വന്നിട്ട് അവരോട്ട് തോണ്ടും. ഇന്നലെയാണ് ഞാൻ വണ്ടി കൊണ്ട് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം കൊണ്ട് ഇടിച്ച് കുത്തി കൊടുക്കരുതെന്ന്. എനിക്ക് വന്ന് കടയിൽ അങ്ങനെ പോയിരുന്ന കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ വെളിയിൽ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ശല്യം ചെയ്യും. ഞാൻ പറഞ്ഞു വിശക്ക് വേണമെങ്കിൽ വാ, ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് വേണ്ട, അവർക്ക് പൈസ മതി. ഞാൻ ഇതൊക്കെയാണ് ഇവിടുത്തെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ കണ്ടോ. ലൈവായിട്ട് ദോശയൊക്കെ ചുട്ട് തരും. പൂരി ഇന്നലെ രാത്രി പൂരിയായിരുന്നു. പൂരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ റെഡിമെയ്ഡ് ചപ്പാത്തിയില്ലേ, ആ ചപ്പാത്തിയാണ് ഇവിടെ മേടിച്ച് അവർ നേരെ ഡയറക്റ്റ് എണ്ണയിലിട്ട് പൊരിച്ച് പൂരിയായിട്ട് തരും. നമ്മുടെ ഹോട്ടലിൻ്റെ പേരാണ് കന്തഗുരു. ആ മുന്നിൽ കാണുന്നുണ്ടാ കന്തഗുരു. ഇവിടെയൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലമുണ്ട്. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ അല്ല കേട്ടോ, പൊന്നീസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഇത് നല്ലതാന്ന് തോന്നുന്നു കേട്ടോ. കന്തഗുരു അതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ വെളിയിലൊക്കെ ഇരുന്ന് ഇല്ല ഹോട്ടലിൽ പോകാം. നമ്മുടെ ചേച്ചി പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ഹോട്ടലിൽ കന്തഗുരു. നമ്മുടെ പഞ്ചക്കൊട്ടിനോട് കിടപ്പുണ്ട്. ഞാനോടത്ത് റിസപ്ഷൻ. അമ്മൂസിന് കിടന്നു നോക്കാം. അമ്മൂസിന് ചെറിയൊരു പനി, അത് അമ്മൂസിനെ വിളിച്ചില്ല അമ്മൂസിനെ വിളിച്ച് അമ്മൂസിനോട് പറഞ്ഞ് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്നലെ രാത്രി ഡോക്ടറിനെ വിളിച്ച് മരുന്നൊക്കെ എഴുതി തന്ന് ഇവിടെ ആകപ്പാടെ രണ്ട് മെഡിക്കൽ സ്റ്റോറേ ഉള്ളൂ. രണ്ടും ഒരു 10-10 ആകുമ്പോഴത്തേക്ക് അടയ്ക്കും. പിന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, അതും ഇന്നലെ കണ്ടൊരു
8:30 9 വരെ കണ്ടുള്ളൂ, അതും അടച്ച്. എന്തോ ഡോക്ടർ എഴുതാത്ത മരുന്ന് 3 ഉണ്ടായിരുന്നു, അതെന്തോ ഇതിന് ഇവിടുന്ന് കിട്ടി. അതുകൊണ്ട് ആരെന്തെങ്കിലും അസുഖമൊക്കെ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും മുൻകൂറായിട്ട് മേടിച്ച് വെക്കണമെങ്കിൽ മരുന്നൊക്കെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ വരുന്നിടത്തൊന്നും മേടിച്ചിട്ട് വരിക. ഇവിടെ അധികം മെഡിക്കൽ സ്റ്റോർ കാര്യങ്ങൾ, അതുകൊണ്ടാട്ടോ നമ്മൾ വന്നപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മുടെ റൂം ഇതാണ്, റൂമിൻ്റെ ഫ്രണ്ടിലാണ്. ചക്കുപ്പിനകത്ത് നനയ്ക്കുന്നുണ്ട്, എണ്ണിച്ചെന്ന് തോന്നുന്നു. നമുക്ക് ചക്കുപ്പിനെ വിളിച്ചോണ്ട് വെളിയിലേക്ക് കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ റൂം കേട്ടോ, നല്ല റൂമല്ലേ, AC റൂമാണ്. ഇവിടെ ഭയങ്കര ചൂടാട്ടോ, അതുകൊണ്ട് AC എടുത്ത്. പക്ഷേ AC ഇടാൻ പറ്റിയില്ല, അമ്മോസിന് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് പിന്നെ AC ഇട്ടില്ല. പിന്നെ ചെറിയ 2 കൊതുക് വന്നായിരുന്നു, അതിനായിട്ട് പിന്നെ ഞാൻ ഗുഡ് നൈറ്റ് ഒഴിച്ചു. പിന്നെ കൊതുകിനൊന്നും കണ്ടില്ല. പിന്നെ ഒരു ചെറിയ ടേബിള്, പിന്നെ നല്ലൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഞങ്ങൾ പോയി കഴിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാനിവിടെ പളനിയിലെ ദേവി ഒന്ന് കാണിച്ചു തരാം, വെളിയിൽ ഇറങ്ങിയിട്ട്. ഓക്കെ, പളനി അമ്പലത്തിൽ നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല, വെളിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും 2000 രൂപ. അതുകൊണ്ട് ഫോൺ എല്ലാവരും റൂമിൽ വെച്ചിട്ട് പോകുക സേഫ് ആണെങ്കിൽ. അല്ലെങ്കിൽ താഴെ ലോക്കറുണ്ട്, ലോക്കർ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ അവർ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫോൺ നമ്പറൊക്കെ വെച്ച് അവർ തന്നെ സേഫ് ആയിട്ട് വെച്ചിട്ട് 5 രൂപ ഉള്ളൂ കേട്ടോ അതിൻ്റെ. പിന്നെ ചെരുപ്പും കൊണ്ടുകൊണ്ട് ആവശ്യമില്ല, തൊട്ടടുത്ത റൂമെങ്കിൽ ചെരുപ്പ് അവിടെ ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ അവിടെ പോയി ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ട്, നല്ല തിരക്കാണെങ്കിൽ. ഇന്നലെ ഞങ്ങൾ ക്യൂ ഇല്ലാത്തതുകൊണ്ട് തിരക്കൊന്നുമില്ലായിരുന്നു. നടുവെടുത്തിന് ആദ്യമായിട്ടാണ് എൻ്റെ ഫോൺ കാണുന്നത്, എൻ്റെ കളിയാണ് ലാൻഡ് ഫോൺ. അതിൻ്റെ പേര് ലാൻഡ് ഫോൺ എന്നാണ്, ടെലിഫോൺ. അതന്നെ ടെലിഫോൺ. അപ്പം ഞങ്ങളുടെ ഈ ഹോട്ടലിലെ ഡീറ്റെയിൽ എല്ലാം വേണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയാം. പിന്നെ ഇത് ഡയറക്റ്റ് ഒന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1500 രൂപയാണ് ഇപ്പം. പിന്നെ റേറ്റ് ചേഞ്ച് വരുമായിരിക്കും. പിന്നെ booking.com-നകത്താണെങ്കിൽ 1900 ആണെന്ന് തോന്നുന്നു. പിന്നെ ടാക്സ് എല്ലാം കൂടെ 2100 രൂപ വരും. പിന്നെ തൊട്ടപ്പുറത്ത് ഞാൻ മുമ്പേ ഒരു ഹോട്ടലാണ് അല്ലേ, ഒരു പൊന്നീസ് എന്ന് പറഞ്ഞിട്ട്, അതിനാണ് ഞാനിപ്പോൾ ചുമ്മാ ജസ്റ്റ് കയറുന്നത്. നല്ല റൂമൊക്കെയാണ്, പാർക്കിംഗ് പക്ഷേ അപ്പുറത്തൊരു സ്ലോട്ട് കിട്ടില്ല, അവിടെയാണ്. അതിനാണ്ട് 2200 3000 രൂപ അടുത്ത് കണ്ട് വരും കേട്ടോ. അപ്പോൾ ഏറ്റവും കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. 3 പേർക്ക് അതെ, ഒരു അത്ര എത്ര നല്ല റൂമൊക്കെയാണ്, പക്ഷേ പൈസ അത്രയും. അപ്പം നമുക്ക് ഇനിയും അടുത്ത വീഡിയോ കാണാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നിർത്തുവാണ്. അപ്പം അടുത്ത വീഡിയോ ഈ ഡ്രസ്സ് തന്നെയാണ്. ഞങ്ങളിപ്പോൾ വെളിയിൽ പോയിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കും. ചക്കുപ്പിക്ക് ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ടോയുടെ കടയുണ്ട്, കുഞ്ഞുള്ളവരെയും കൊണ്ട് വരുമ്പോൾ പൈസ വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോ നാളെ കാണാം. ബൈ.